ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദുരന്തം എൻ്റെ ജീവിതത്തിലുണ്ടായി. വിശദമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കല്യാണം കഴിച്ചത് ഒരു ദുരന്തമായിട്ടാണ് അവർ കാണുന്നത്. ചിലർ പറയാറുണ്ട്, സിംഗിളായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു, കല്യാണം കഴിച്ചത് വലിയ പ്രശ്നമാണ്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട അവസ്ഥയാണുള്ളത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അഭിപ്രായങ്ങൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഫോളോവേഴ്സിൻ്റെ നിരന്തരമായ ആവശ്യപ്രകാരം വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഊഷ്മളതയെക്കുറിച്ചും അതിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു വീഡിയോ, അതിൻ്റെ ഒരു സീരീസ് തന്നെ ഇറക്കാം എന്നുള്ള ഒരു ആശയത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിനോടനുബന്ധിച്ചുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. OJ ലൈഫ് മാസ്റ്ററിയുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന സീരീസിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഒരു വിവാഹബന്ധത്തെ ശക്തമാക്കുന്നത്? നിങ്ങൾ ഈ അടുത്ത് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണോ, അതോ കുറച്ച് വർഷങ്ങളായി കല്യാണം കഴിച്ച ഒരാളാണോ? എങ്ങനെയാണെങ്കിലും ശരി, വിവാഹ ബന്ധത്തിൽ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഒരു മനോഹരമായ പൂന്തോട്ടം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടെന്ന് വിചാരിക്കുക. ആ പൂന്തോട്ടം, അതിൽ മനോഹരമായ ചെടികൾ, പൂക്കൾ, അവയെല്ലാം വിടർന്നു നിൽക്കുന്നു. വളരെ ഭംഗിയുണ്ടത് കാണാൻ. ആ പൂന്തോട്ടം നിങ്ങൾ പരിപാലിക്കുന്നില്ല എങ്കിൽ, അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, അതിന് വേണ്ടപ്പോൾ വളം നൽകുന്നില്ല എങ്കിൽ, അതിനാവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? വിവാഹബന്ധവും ഒരു ഉദ്യാനം പോലെയാണ്. ഉദ്യാനത്തെ നമ്മൾ പരിപാലിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നശിച്ചു പോകും. അതിൽ ഫലങ്ങളുണ്ടാവില്ല, പൂക്കളുണ്ടാവില്ല, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അതിനാവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ നൽകണം. ഇതേപോലെ തന്നെയാണ് വിവാഹ ബന്ധം. അവിടെ നമ്മൾ അതിനെ പരിചരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനെ കരുതൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കും. സോ വളരെ കൃത്യതയോടെ, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് വിവാഹബന്ധവും. വിവാഹബന്ധത്തെ ശക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ട്രസ്റ്റ്, വിശ്വാസം, വിശ്വസ്തത, ട്രസ്റ്റ്, അതാണ്. 2, കമ്മ്യൂണിക്കേഷൻ. 3, കമ്മിറ്റ്മെൻറ്റ്. ഈ 3 പില്ലേഴ്സിൽ, ഈ 3 തൂണുകളിലാണ് വിവാഹബന്ധം എന്ന സങ്കല്പം നിലനിൽക്കുന്നതും തുടരുന്നതും. ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, അവിടെ ആവശ്യം വേണ്ട ഒന്നാണ് ട്രസ്റ്റ്, വിശ്വാസ്യത. അത് വിവാഹബന്ധത്തിൽ മാത്രമല്ല, ഏത് ബന്ധത്തിലും ആവശ്യമാണ്. ട്രസ്റ്റ് ഇല്ലാത്ത ലവ്, അതിനകത്ത് ഒരു പ്രസക്തിയുമില്ല. സോ പില്ലേഴ്സിൽ വൺ ഓഫ് ദ പില്ലർ ഈസ് ട്രസ്റ്റ്, വിശ്വാസം. അതല്ലേ എല്ലാം. 2ാമത്തെ പില്ലർ ആണ് കമ്മ്യൂണിക്കേഷൻ. 2 ഹൃദയങ്ങളെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കണ്ണി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വളരെയധികം വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഏവർക്കും അറിയുള്ളതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ടെന്ന് നമുക്കറിയാം. വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ, ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലുള്ള വാക്കുകൾ, വരികൾക്കിടയിലുള്ള അർത്ഥങ്ങൾ, ഇതെല്ലാം വിവാഹ ജീവിതത്തിൽ, വിവാഹബന്ധത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ കമ്മ്യൂണിക്കേഷനാണ് 2ാമത്തെ പില്ലേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. 3ാമത്തെ പില്ലേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കമ്മിറ്റ്മെൻ്റാണ്. കമ്മിറ്റ്മെൻറ്റ്. നമ്മൾക്ക് ഒരാളോട് കമ്മിറ്റഡ് ആണ്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിലേഷൻഷിപ്പിലോട് കൂടുതൽ വിശ്വാസ്യത പുലർത്തുന്നു. അത് ഒരു വൈവാഹിക ജീവിതത്തിൽ വളരെയധികം പ്രസക്തമായ ഒരു ഘടകമാണ് കമ്മിറ്റ്മെൻറ്റ്. കമ്മിറ്റഡ് ആകുക, നമ്മൾ പറയാറുണ്ട് കമ്മിറ്റഡ് ആകുക എന്നല്ലേ, അത് തന്നെയാണ് കമ്മിറ്റഡ് ആകുക, കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക. അതാണ് 3ാമത്തെ പില്ലേഴ്സിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വിവാഹ ബന്ധങ്ങളിൽ പോലും വെല്ലുവിളികൾ ഉണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞതാണ് വിവാഹ ജീവിതം, ഒരു സംശയവുമില്ല. എന്നാൽ നമുക്ക് ആശ്വസിക്കാം, ഈ വെല്ലുവിളികൾ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്.
ഒരു വെല്ലുവിളിയെ പറ്റി സംസാരിക്കാം. അത് മറ്റൊന്നുമല്ല, മിസ്കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അതേ രീതിയിൽ അതേ അർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിസ്കമ്മ്യൂണിക്കേഷൻ. ഉള്ളിൽ ഉദ്ദേശിച്ച കാര്യം ഒന്നാണ്, മനസ്സിലാക്കിയത് മറ്റൊന്നാണ്. മിസ്കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാവുന്നതാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം നമ്മൾ എടുത്തു പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കപ്പുറമായിട്ട് നമ്മുടെ ചേഷ്ടകളും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, എങ്ങനെ നമ്മൾ എക്സ്പ്രസീവ് ആകുന്നു എന്നുള്ളതും, നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മൾ നിൽക്കുന്നതും നമ്മൾ ഇരിക്കുന്നതും, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരഭാഷ, അങ്ങനെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്ന, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറയാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പറയുന്നില്ല, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ശരിക്കും നല്ലതുപോലെ അറിഞ്ഞ് അത് അതേപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, കമ്മ്യൂണിക്കേഷനെ ശരിക്കും പഠിക്കുകയും അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒഴിവാക്കാൻ പറ്റും. ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം, WHO പറഞ്ഞിരിക്കുന്ന 10 ലൈഫ് സ്കിൽസിൽ ഒരെണ്ണം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. സോ അത് വൈവാഹിക ജീവിതത്തിലും ബാധകമാണ്, വിവാഹ ബന്ധത്തിലും അത് ബാധകമാണ്. കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ഘടകങ്ങൾ പറയുന്നതിനകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ആക്റ്റീവ് ലിസണിങ്, അല്ലെങ്കിൽ നല്ലൊരു ശ്രോതാവാകുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും പറയാൻ വെമ്പുന്നവരാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ വാട്ട് അബൌട്ട് ദ ലിസണിങ്? നമ്മൾ കേൾവിക്കാരനാകുക, അല്ലെ കേൾക്കുക, അതിൽ നമ്മൾ എന്തുമാത്രം വിദഗ്ധയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം നമ്മൾ അതിനുവേണ്ടി മെനക്കെടുന്നു, സമയം കണ്ടെത്തുന്നു. മറ്റൊരാൾ പറയുന്നത് സജീവമായിട്ട് കേൾക്കുക എന്നുള്ളത് കമ്മ്യൂണിക്കേഷനെ കൂടുതൽ അർത്ഥവത്താക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം. സുഹൃത്ത് പറഞ്ഞത് എങ്ങനെയാണ്, അദ്ദേഹത്തിന് 2 ഭാര്യമാരുള്ളത്. ആദ്യത്തെ ഭാര്യ അദ്ദേഹം കല്യാണം കഴിച്ച് കതിർ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടിയ സ്വന്തം ഭാര്യ, അതാണ് ആദ്യത്തെ ഭാര്യ. രണ്ടാമത്തെ ഭാര്യ വർഷങ്ങളായിട്ട് അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ സങ്കല്പത്തിലെ ഭാര്യ. അദ്ദേഹം കല്യാണം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു ബെഡ് കോഫി കിട്ടാൻ വേണ്ടി ബെഡിലങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. തൻ്റെ പ്രിയതമ കോഫിയുമായിട്ട് വരും, അത് കുടിക്കാം എന്ന് കരുതി. കുറച്ച് നേരമായിട്ട് കണ്ടില്ല, പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കണ്ടില്ല. പിന്നെ അമ്മ കൊണ്ട് കോഫി ഒന്ന് കുടിച്ചു. കുറച്ച് കഴിഞ്ഞ് ആ ദിവസത്തിൻ്റെ അവസാനം വൈകുന്നേരമൊക്കെ ആയപ്പോഴും അദ്ദേഹം ഭാര്യയെടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഒരു കോഫി നീ കൊണ്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം വൈഫ് പറഞ്ഞത് ഇങ്ങനെയാണ്, ചേട്ടാ ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ചേട്ടനൊരു കോഫി ഉണ്ടാക്കി തരും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനും ഇരുന്നത്. സോ നമ്മളുടെ പ്രതീക്ഷ, യാഥാർത്ഥ്യം, ഇത് രണ്ടും തമ്മിൽ ഒരു പൊരുത്തവുമില്ലെന്നുണ്ടെങ്കിൽ വല്ലാത്ത നിരാശയിലേക്ക് നമ്മൾ പോകും, അല്ലേ? അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ്, എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ മാരിറ്റൽ റിലേഷൻഷിപ്പ്. വൈവാഹിക ബന്ധത്തിൽ തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുറമേ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സുകൾ പല രീതിയിൽ വരാം. സാമ്പത്തികം ഒരു പ്രശ്നമാകാം, സ്ട്രെസ്സാകാം. വിവാഹ ജീവിതത്തിലെ മറ്റ് ബന്ധത്തിൽ വരുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ, അത് അച്ഛനാകാം, അമ്മയാകാം, അമ്മായിയപ്പനാകാം, അമ്മായിയമ്മയാകാം, ബ്രദറാകാം, സിസ്റ്ററാകാം, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ വരാം. നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സാകാം, അതുമൂലം ഉണ്ടാകുന്ന പ്രഷറാകാം. സോ അങ്ങനെ ധാരാളം സ്ട്രെസ്സേഴ്സ് പുറത്തുണ്ട്, അല്ലേ? നമ്മളുടെ ഒരു കൾച്ചറിൽ, നമ്മുടെ ഒരു സംസ്കാരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഈ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ എന്ന് പറയുന്നത്, അമ്മായിയമ്മ, അമ്മായിയപ്പൻ. അതിൽ തന്നെ എടുത്തു പറയാനുള്ള കാര്യം, എൻ്റെ റിസർച്ച് ടോപ്പിക്ക് മാരിറ്റൽ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നായിരുന്നു. സോ അവിടെ മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി, വ്യക്തികളുടെ, വിവാഹിതരുടെ മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച സ്കെയില് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒരു സ്കെയിലാണ് ഉപയോഗിച്ചത്. കാരണം വിദേശ രാജ്യങ്ങളും നമ്മളും തമ്മിൽ തീർച്ചയായിട്ടും വ്യതിയാനങ്ങൾ ധാരാളമുണ്ട് സാംസ്കാരികപരമായിട്ട്.
നമ്മളുടെ ക്വസ്റ്റ്യനറിലൊക്കെ നമ്മുടെ ചോദ്യാവലിയിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് എങ്ങനെയാണ് നമ്മളുടെ അമ്മായിയമ്മയുമായിട്ടുള്ള ബന്ധം, അമ്മായിയപ്പനുമായിട്ടുള്ള ബന്ധം. പലപ്പോഴും നമ്മൾ കൗൺസിലിങ്ങുകളും ഒക്കെ പല കേസുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഡിസ്കഷനിലൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അമ്മായിയമ്മയുമായിട്ടുള്ള ബന്ധം, മദറിലോ ഫാദറിലോ. അത് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അതില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് ഇതൊരു ആഗോള പ്രതിഭാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളുടെ സംസ്കാരത്തിൽ പലപ്പോഴും കാണുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ച് പല പല കേസുകൾ നമ്മൾ ഡീൽ ചെയ്യുമ്പം അത് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെ നമ്മളുടെ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന വിഷയങ്ങൾ തന്നെയാണ്, നമ്മൾ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ട്രെസ്സേഴ്സ് എന്ന് പറയുന്നത് അത് പല രീതിയിലാകാം. ജോലിയാകാം, നമ്മുടെ സാമ്പത്തികമാകാം, നമ്മുടെ വീട്ടിലെ മറ്റുള്ള ബന്ധത്തിലുള്ള മറ്റു വ്യക്തികളാകാം, അങ്ങനെ പലതുമാകാം. സോ അതും നമ്മളുടെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. വിവാഹ ബന്ധത്തിലെ 3 പ്രധാനപ്പെട്ട പില്ലേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. ട്രസ്റ്റും, കമ്മ്യൂണിക്കേഷനും, കമ്മിറ്റ്മെൻറ്റും. ഇതിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ആദ്യത്തെ പില്ലേഴ്സായ ട്രസ്റ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.